ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ സവോളയൊക്കെ അരിഞ്ഞ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് ഇതാക്കി ഞാൻ സവോള വെച്ചിട്ടുണ്ട്, അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വഴണ്ടി വന്നപ്പോഴേക്കും നമ്മളൊന്ന് സെറ്റായി വന്നപ്പോഴേക്കും മസാലയൊക്കെ ഇട്ട് അതിനകത്തേക്ക് നമ്മൾ ചിക്കൻ കറി ഇട്ട് ഇച്ചിരി ചെറു ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നമ്മളൊന്ന് അടച്ച് വെക്കണം കേട്ടോ, അത് വേകാൻ വേണ്ടിയിട്ട്. ആ ടൈമിലേക്ക് നമുക്ക് പൂരിക്കൊക്കെ ഞാൻ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, മാവൊക്കെ സെറ്റാക്കി വെച്ചേക്കുന്നു. അപ്പോൾ നമുക്കതൊന്ന് പരത്തി നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അത്യാവശ്യം ചെറിയൊരു കട്ടിയിലാണ് കേട്ടോ ഞാൻ പരത്തി എടുക്കുന്നത്. അപ്പോൾ തീരെ കട്ടി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എണ്ണ ഉള്ളിൽ അത് പിടിക്കും കേട്ടോ, അപ്പം കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ടു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ പൊങ്ങി ഇട്ടപ്പോൾ ഇതാവില്ലെങ്കിൽ നമ്മൾ താഴ്ത്തി കൊടുക്കുകയാണെങ്കിൽ തവി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് തന്നെ വരും. ഇതുപോലെ പൊങ്ങി നല്ല സ്റ്റൈലായിട്ട് അടിപൊളി പൂരി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാം. അതുപോലെ തന്നെ പൂരിക്ക് ഞാൻ മാവ് കുഴച്ചപ്പോൾ അതിലേക്ക് വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, ഉപ്പും വെള്ളവും മാത്രമേ ഉള്ളൂ. നോർമൽ വാട്ടറിലാണ് ഞാൻ കുഴച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ നല്ല സ്റ്റൈലൻ അടിപൊളി ഒരു പൂരി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ തന്നെ എല്ലാ പൂരിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചിക്കൻ കറി നമുക്ക് അവിടെ എപ്പോഴേക്കും സെറ്റായി വെന്ത് ഓളയൊക്കെ കിട്ടും. അപ്പോൾ നമ്മളിത് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയുണ്ട്, പൂരിയുണ്ട്. അപ്പോൾ തലേ ദിവസം വാങ്ങിച്ച് പൊറോട്ടയും ചപ്പാത്തി ഇച്ചിരി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതും കൂടെ എടുത്ത് കഴിക്കാൻ. അപ്പോൾ ഞങ്ങളിത് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് വൈകിട്ട് ഞങ്ങൾ പിന്നെ പുറത്ത് പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഉള്ളൊരു പാർക്കാണ് അൽസജ ഗാർഡൻസ് എന്ന് പറഞ്ഞ് ഈ ഇടയ്ക്ക് തന്നെ ജിദ്ദയിൽ ഓപ്പൺ ചെയ്ത പുതിയൊരു പാർക്കാണ് കേട്ടോ. അപ്പോൾ നല്ലതാണ്. എൻ്റെ വീഡിയോയുടെ ക്വാളിറ്റി അധികം കൊള്ളാത്തതുകൊണ്ടാണ് രാത്രി നൈറ്റ് അത്ര വീഡിയോ ക്ലിയർ ആയിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല അടിപൊളി ഒരു പാർക്കാണ്. അപ്പോൾ ഞങ്ങൾ മിക്ക ആഴ്ചകളിൽ ഞങ്ങൾ വീക്കെൻഡിലൊക്കെ ഞങ്ങൾ ഇവിടെ പോയി കുറേ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പം മക്കൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയയൊക്കെ പ്രത്യേകിച്ച് തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കളിക്കുമ്പോൾ ഞങ്ങൾ ഒത്തിരി നേരം അവിടേക്ക് ഇരിക്കും. എന്തെങ്കിലും കഴിക്കാനൊക്കെ ഫുഡൊക്കെ മേടിച്ചിട്ട് പോകണമെങ്കിൽ കൊണ്ടുപോകണമെങ്കിലും നമുക്ക് അവിടെ പോയിരുന്ന് കഴിക്കാം. അങ്ങനെ നമ്മുടെ വീക്കെൻഡൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാം. നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 6-7 മിനിറ്റേ ഉള്ളൂ കേട്ടോ. പക്ഷേ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ മക്കളെയൊക്കെ വിടുന്നത് ഇച്ചിരി ഇവിടെ റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. കാരണം ഭയങ്കര തിരക്കാണ്. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പക്ഷേ കുറച്ച് എന്തെങ്കിലും പിടിയും തട്ടുമുട്ടുമൊക്കെ വീഴ്ചയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതല്ലാതെ തന്നെ നമുക്ക് ഇവിടെ വന്ന് ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി പാർക്കാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത വീണ്ടും കാണും. ബൈ.